ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി കുവൈറ്റ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകണം. അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്, ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. ഒരു അമ്മ അനാഥാലയത്തിൽ മരിച്ചു കിടക്കുന്നു. ഒരു മകൾ ഡോക്ടർ, ഒരു മകൻ ആരോഗ്യ വകുപ്പിലാണ് ജോലി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകി വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ വയസ്സായ അച്ഛനും അമ്മയെയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന മക്കൾക്ക്, ഇല്ലെങ്കിൽ പെരുവഴിയിൽ തള്ളിവിടുന്ന മക്കൾക്ക്, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയെ ഉപദ്രവിക്കുന്ന മക്കൾക്ക് തക്കതായ ശിക്ഷ നമ്മളതിൻ്റെ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് വൃദ്ധസദനങ്ങൾ പെരുകി വരുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. കഷ്ടപ്പെട്ട് ഒരമ്മ, പഠിച്ചവർ ജോലി ചെയ്ത് വളർത്തുന്നു, പഠിക്കാത്തവർ പണിയെടുത്ത് വളർത്തി വലുതാക്കുന്നു. 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളെയും ജോലി ചെയ്ത് പോറ്റുന്നു. ഈ 10 മക്കളും പഠിച്ച് വലുതായി ജോലി കിട്ടിക്കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഭാര്യയ്ക്ക് വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഭർത്താവിന് കിട്ടിക്കഴിഞ്ഞാൽ, മക്കൾ അച്ഛനും അമ്മയെയും വെറും പഴം തുണി പോലെ വലിച്ചെറിയുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെയുള്ള മക്കൾക്ക് ശരിയായിട്ടുള്ള ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് പെരുകി വൃദ്ധസദനങ്ങൾ പെരുകി വന്നിരിക്കുന്നത്. വൃദ്ധസദനത്തിൽ സുഖമായി ജീവിക്കുമായിരിക്കും, 3 നേരം ഭക്ഷണം കിട്ടുമായിരിക്കും, അവർക്ക് വസ്ത്രങ്ങൾ കിട്ടുമായിരിക്കും. നല്ല മനസ്സുള്ള ആൾക്കാരിൻ്റെ സഹായം കൊണ്ട് ആ വൃദ്ധസദനത്തിലുള്ള അമ്മമാരും അച്ഛന്മാരും കഴിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്വന്തം മക്കളിൻ്റെ അടുത്ത് ഇരുന്ന് ഒരു നേരം ഒരു ഭക്ഷണം കഴിച്ച് ഒരു നേരം അവർക്ക് പേരക്കുട്ടികളായിട്ടും മക്കളായിട്ടും സന്തോഷമായിട്ട് ജീവിക്കുന്നതിനുള്ള സന്തോഷം വൃദ്ധസദനത്തിൽ കോടികൾക്ക് വിലയുള്ള ഭക്ഷണം കൊടുത്താലും കോടികൾ വിലയുള്ള ഡ്രസ്സുകൾ കൊടുത്താലും സന്തോഷം കിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മകന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യൻ്റെ അടിമയായിട്ട് ജീവിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, അവന്മാരിൻ്റെ എന്താണ് പറയുക, അങ്ങനെയുള്ളവന്മാർ പെൺകോന്തന്മാർ. ഒരമ്മ പെറ്റ് 10 മാസം ഏറ്റി ചുമന്ന് പെറ്റ് വളർത്തി വലുതാക്കി അവരെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കി കല്യാണം കഴിച്ചു കൊടുത്ത കുറച്ച് കഴിയുമ്പോഴത്തേനും ഭാര്യൻ്റെ അടിമയായി സ്വന്തം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കുന്ന ആ മക്കളിനെ നിയമത്തിൽ അവർക്ക് ശിക്ഷകൾ കൊടുക്കണം, കഠിനമായിട്ടുള്ള ശിക്ഷ. എന്നാലേ അവരത് ചെയ്യാതിരിക്കുകയുള്ളൂ. ഒരാൾക്ക് കൊടുത്താലേ മറ്റുള്ള ആൾക്കാർ അത് കണ്ട് പേടിക്കണം നമ്മുടെ നിയമത്തിൽ. ഇന്നതില്ല. അതുപോലെ ഒരു പെൺമകൾ, ഒരു മകള്, ഒരു സ്ത്രീ എന്നൊരു നിലയ്ക്ക് ഡോക്ടറാണെന്ന് പറയുന്നു ആ സ്ത്രീ. ഇവളൊക്കെ ഡോക്ടറായിട്ട് എന്ത് നോക്കാനാണ്? ഇവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്വന്തം പെറ്റ തള്ളനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളിയിട്ട് അവളിനെയൊക്കെ ഡോക്ടർ എന്നല്ല പറയേണ്ടത്. അവളൊക്കെ ആരിനെ നോക്കിയിട്ട് സുഖപ്പെടുത്തുമെന്നാണ് വിചാരിക്കുന്നത്? സ്വന്തം പെറ്റ അമ്മനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് മരിച്ചു കിടക്കുന്ന ആ ഒരു അമ്മയെ കാണുമ്പോഴുള്ള ഇത് അവളുകളിനെയൊക്കെ ഞാൻ പറഞ്ഞാണ്ടല്ലോ. ഈ പെൺമകൾക്ക് സ്വന്തം മകളിനെ എങ്ങനെയാണ് പ്രസവിച്ചത്, വേദനിച്ച് പ്രസവിച്ച് അതിനെ വലുതാക്കിയിട്ടുണ്ടാകുമല്ലോ അവളും അവളുടെ മക്കളിനെ. പിന്നെ എന്തുകൊണ്ടാണ് ഒരമ്മയെയും ഒരച്ഛനെയും വൃദ്ധസദനത്തിൽ പറഞ്ഞു വിടുന്ന മക്കൾക്കെതിരെ നിയമം കൊണ്ടുവരണം? അതാണ് വേണ്ടത്. നമ്മുടെ നിയമങ്ങൾ നമ്മുടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം കൊല നടത്തൽ, അച്ഛനും അമ്മമാരെ ഉപേക്ഷിക്കൽ, മക്കളിനെ ചാക്കിൽ കെട്ടി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എറിയൽ, എന്തെല്ലാമാണ് നമ്മുടെ കേരളത്തിലൊക്കെ. ഇന്ന് നമ്മുടെ കേരളം എന്ന് കേൾക്കുമ്പോൾ തല താഴ്ത്തുകയാണ് ലജ്ജിച്ചിട്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറഞ്ഞ നാട് ഇന്ന് വെറും അക്രമങ്ങൾ മാത്രം നടത്തുന്ന കേരളമാണ്. പുച്ഛമാണ് കേരളം എന്ന് പറയുമ്പോൾ എനിക്ക്. എന്താ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? എന്തോരം വൃദ്ധസദനങ്ങളാണ്.
ഓരോ അച്ഛനും അമ്മയും ഓരോരുത്തരും ഓരോരോ കഥകൾ പറഞ്ഞ് കരയുമ്പോൾ അവരിൻ്റെ മുഖത്ത് എത്ര സന്തോഷമുണ്ടെങ്കിലും അവരെന്തൊക്കെ വൃദ്ധസദനത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിലും അവരിൻ്റെ മുഖത്തുള്ള ആ ഒരിതുണ്ടല്ലോ, സ്വന്തം മക്കൾ നമ്മളെ ഉപേക്ഷിച്ചു. എനിക്കത് ചിന്തിക്കുമ്പോഴേ സങ്കടമാണ്. അപ്പോൾ ആ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനും അമ്മമാരുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മക്കളെ, നിങ്ങൾ നാളെ ഈ പ്രായം നിങ്ങളും ആകുമെന്നുള്ളൊരു ചിന്ത എന്തുകൊണ്ടാണ് ഈ മക്കൾക്ക് വരാത്തത്? നിങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്. എനിക്കെൻ്റെ അച്ഛനെയും അമ്മനെയും നേരെ നോക്കാനുള്ളൊരവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ അച്ഛനും അമ്മമാരെയും ദയവ് ചെയ്ത് മക്കൾ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ സുഖങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. സ്വന്തം അച്ഛനും അമ്മനെയും നോക്കാത്ത ഒരു മക്കൾക്കും നാളെ നിങ്ങളും വയസ്സാകും എന്നുമുള്ള ചിന്തയില്ലാതെ നിങ്ങൾ പെരുമാറുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാർ പെരുമാറുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് നാളെ കരയാനുള്ള ഒരു ഇടയും കൂടിയാണത് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്ന മക്കൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണം. അവരെ ജയിലിൽ തള്ളണം. അവർക്ക് ശിക്ഷ കൊടുക്കണം. ഭക്ഷണം കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത്, ജയിലിൽ കൊണ്ടിട്ടിട്ട് അവരിനെ നരകിപ്പിക്കണം. ഇങ്ങനെ അച്ഛനെയും അമ്മനെയും നോക്കാത്ത മക്കൾക്ക് നേരെ എന്തിനാണ് ഇങ്ങനെയൊരു മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞൊരുത്തി ആരോ ഉണ്ടല്ലോ? ആരാണ്? എനിക്കറിയില്ല ആരാണെന്ന്. അവരും ഇത് തന്നെ ആയിരിക്കും ആൾ. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളുടെ ഇന്ത്യയിൽ ഒരുപാട് മാറാനുണ്ട് നിയമങ്ങൾ. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് അനീതികളാണ് നടക്കുന്നത്. ഒരാൾക്ക് സത്യസന്ധതയില്ല, സ്നേഹമില്ല, പറ്റിക്കാവുന്നിടത്തോളം പറ്റിക്കുക, അപ്പനും അമ്മനെ പറ്റിക്കുക, ഇല്ല മറ്റുള്ളവരുടെ മുതലിനെ പറ്റിക്കുക, അച്ഛനും അമ്മൻ്റെന്ന് മുതൽ എഴുതി മേടിച്ചിട്ട് അവരിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, ഇല്ലെങ്കിൽ റോട്ടിൽ കൊണ്ട് തള്ളി വിടുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൻ്റെ ഉമ്മർത്ത് കൊണ്ടിടുക. അങ്ങനെയുള്ളവരിനെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇതിൽ കേസെടുത്ത് ശിക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങൾ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് സ്വീകരിക്കാൻ ഈ വൃദ്ധസദനം ഉള്ളത് കൊണ്ടും നിങ്ങൾ നിയമം എടുക്കാത്തതും കൊണ്ടാണ് ഇന്ന് ഈ മക്കളെല്ലാം അങ്ങനെ ചെയ്യുന്നത്. അവരെ കാശ് കൊടുത്ത് നോക്കാനുള്ള, മക്കളെ കൊണ്ട് കാശ് മേടിച്ച് കൊടുത്ത് അവരെ നോക്കാനുള്ള ഒരു ഹോം നേഴ്സിനെ വയ്ക്കുന്ന രീതിയിൽ നിയമം വരണം. അവർ നോക്കിയില്ലെങ്കിൽ വേണ്ട. ജോലിയുള്ള മക്കളാണെങ്കിൽ അവരിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അവർക്ക് ഹോം കെയറിന് വെക്കുന്ന സ്ത്രീകളെ വെച്ചിട്ട്, ആണുങ്ങൾക്ക് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളാണെങ്കിലും ജോലിക്ക് നിർത്തി ശമ്പളം കൊടുപ്പിക്കണം. നിയമം അങ്ങനത്തെ ആയിരിക്കണം വരണം. അല്ല, അങ്ങനെ ചെയ്യാത്ത മക്കൾക്ക് ജയിൽ ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഓരോ